വരണോ വേണ്ടോ ഞാൻ തീരുമാനിക്കുന്നത്. വെളുക്കുന്നത് വരെ ചേട്ടന്റെ വരവും കാത്ത് ഞങ്ങൾ ഉറങ്ങാതിരുന്നു. രാവിലെ ആരോ വന്നു പറഞ്ഞു ചേട്ടൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. അന്ന് വൈകുന്നേരം അന്വേഷണത്തിനായി പോലീസ് വീട്ടിൽ വന്നു. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. മകന്റെ മരണത്തെ പറ്റി പരാതി ഉണ്ടല്ലേ? എന്തിനാ പരാതിയൊക്കെ ഇൻസ്പെക്ടർമാരോട് പറയാൻ പോന്നേ? ഇദ്ദേഹം പോലീസ് സൂപ്രണ്ടിന്റെ മകനാ. മന്ത്രിയുടെ അളിയനുണ്ട്, സർക്കിളുണ്ട്. അന്വേഷണം ഉയർന്ന നിലയിൽ തന്നെ ആകാം. സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇതും ഒരു നിലയ്ക്ക് സ്റ്റേഷൻ തന്നെയാ. പല നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാ. നമുക്ക് പോകാൻ പോലെ. എങ്ങോട്ട്? കാര്യങ്ങൾ തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. പട്ടികളെ, എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മകനെ കുത്തുമ്പന്മാരെ ഞാൻ വെറുതെ കൂടിയില്ല. ഞാൻ അക്ഷരം പഠിപ്പിച്ച 1000കണക്കിന് പിള്ളേരുണ്ട് ഈ നാട്ടില്. അവരെ കൊണ്ട് ഞാൻ പകരം ചോദിപ്പിക്കും. നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് പരാതിയില്ല, ഉണ്ടോ? ഇല്ല. ഇന്നു മുതൽ ഞാൻ പറയുന്നതേ നീ കേൾക്കൂ. ജീവിതകാലം മുഴുവനും അവരുടെ അടിമയാവാതെ നിവർത്തിയില്ലെന്ന് വന്നു. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. ആരും സഹായത്തിനില്ലെന്നോർത്ത് വിഷമിക്കരുത്. ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. അങ്കിളെ, വക്കീലങ്കിളിന് എങ്ങനെയുണ്ട്? എന്തേ? അങ്കിളിന് അടി കിട്ടിയോ? അടിയോ? അപ്പൊ അങ്കിൾ അറിഞ്ഞില്ലേ? വക്കീലങ്കിളിനെ ആരോ അടിച്ചു. ആശുപത്രിയിലാന്ന് ഫോൺ വന്നു. അപ്പൊ മുത്തശ്ശിയും അമ്മാവനും അങ്ങോട്ട് പോയിരിക്കാം. ഭാഗ്യമുള്ള ആളാ വക്കീല്. അല്ല, ഈ മുഖത്ത് കൊണ്ടാടി കണ്ണിലായിരുന്നെങ്കിലോ? എന്നാ പിന്നെ സൗകര്യായി. ഈ മോന്ത കാണാതെ കഴിയല്ലോ. കുഞ്ഞിക്കണ്ണ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. വക്കീലെ, നമുക്ക് ആ വീട് മാറുക. ഒരു നാശം പിടിച്ച വീടാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുകൊണ്ട് എന്തെല്ലാം പുലിവാലികളാണ്. വെറുതെ വീടിനെ പറ്റി നീ കുറ്റം പറയരുത്. ഒരു കൊലപ്പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞാനാ ഉത്തരവാദി. ഓ, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താന്ന് പറഞ്ഞാൽ മതി. അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പേഴ്സിനകത്ത് പൈസ ഇരിപ്പുണ്ട്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറ്റി അയക്കുക. വളരെ നല്ല. കൂടെ നീയും കേറി പോയിക്കോ. കൂടെ നീയും കേറി പോയിക്കോന്ന് ബ്ലഡി ഫൂൾ.
എന്താ ഉണ്ടായത്? 7 അടി 3 ചവിട്ട്, ഇരുമ്പ് കട്ട കൊണ്ടുള്ള ഇടി, കനത്തത് 2 എണ്ണം, പിന്നെ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള കുറെ ചീത്ത. ഇത് വെറും അഡ്വാൻസ് ആണത്രേ. ആരാ ഇത് ചെയ്തത്? പിടിക്കുന്നതിന് മുമ്പ് മേൽവിലാസം ചോദിച്ചില്ല. എന്തായാലും നാളത്തെ അവാർഡ് ഫംഗ്ഷന് ഞാൻ വരാം. മറ്റന്നാൾ പരോള് കഴിഞ്ഞ് താൻ തിരിച്ചു പോകുമല്ലോ. അത് കഴിഞ്ഞേ ഞാൻ വീട്ടിലേക്കുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ സേഫാണ്. വക്കീലെ, നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോ ഗീതയെ കണ്ടിരുന്നു. അച്ഛന് നല്ല സുഖമില്ല. ഞാൻ നാളെ വരാമെന്ന് പറയും. കയറൂ. ഇത്രയും കാലം കൂടെ നിന്നിട്ടും നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ല. അനുസരിക്കാൻ അറിയാവുന്നവളായിരുന്നു നീ. ഞങ്ങളെ ഏൽപ്പിച്ച ജോലികളൊക്കെ വളരെ ഭംഗിയായി നീ ചെയ്തിട്ടുമുണ്ട്. ഒരു പരിധിവരെ ഞങ്ങളുടെ രഹസ്യങ്ങൾ നിനക്ക് അറിയുകയും ചെയ്യാം. ആ അറിവ് ഞങ്ങൾക്കെതിരായി ഉപയോഗിക്കാം എന്ന് നീ കരുതിയിട്ടുണ്ടാവും. കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു പുതിയ രക്ഷകൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. സാർ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സാർ. ബെൻ നരേന്ദ്രൻ നിന്റെ ആരാ? ആരുമല്ല. അയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീട്ടിൽ വരുന്നത്? വരണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും വന്നു അല്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ജ്യേഷ്ഠൻ ചെയ്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോയ ത്യാഗിയല്ലേ? നമ്പ്യാരും ഒരു വിധിയാണെന്ന് കരുതുന്നുണ്ടാവും അവൻ. നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് തിരിച്ചു പോകുന്നവനാണല്ലോ എന്നോർത്താണ് ഞാൻ കണ്ണടച്ചത്. അതിനിടയ്ക്ക് എനിക്കെതിരായി അവൻ കരുക്കൾ നീക്കാൻ തുടങ്ങി. ആദ്യം ആ പത്രക്കാരൻ ജോൺ സക്കറിയ, ഇപ്പോൾ നീയും. സാക്ഷി പറയാൻ ആളുണ്ടെങ്കിൽ തെളിയാത്ത കേസുകൾ തെളിയിക്കാമല്ലോ അല്ലേ? അത്ര പെട്ടെന്ന് തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇല്ല സാർ, നിങ്ങൾക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. എന്നെ ഉപദ്രവിക്കരുത്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ മറ്റാരുമില്ല. പേടിക്കുന്നത് എന്തിനാ? നീ ഞങ്ങളുടെ ആളല്ലേ. നിന്നോട് ഞങ്ങൾക്ക് എന്നും സ്നേഹമാണ്. ഞാൻ പോട്ടെ സാർ. നീ പോയിക്കോ.
ബെൻ നരേന്ദ്രൻ. ഇന്നത്തോടെ എന്റെ പരോള് തീരുക. തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. സമൂഹത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമാണല്ലോ. നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്നും സത്യസന്ധന്മാർ. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് തെളിവുകളില്ല, സാക്ഷികളില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്നു ജനു. മുഖംമൂടിയില്ലാത്ത പത്രപ്രവർത്തകൻ ജോൺ സക്കറിയ, നിഷ്കളങ്കയായ ഗീത. 3 പേരെയും നിങ്ങൾ കൊന്നു. അതിനുള്ള ശിക്ഷ 3 വീതിച്ച് നടപടികൾ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. ജഡ്ജ് ഞാൻ തന്നെ. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ബെൻ നരേന്ദ്രൻ. എന്റെ കോടതി, എന്റെ നിയമം. വക്കീലന്മാരും വാദങ്ങളും അപ്പീലും ഈ കോടതിയിലില്ല. ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരും ഞാൻ തന്നെ.